ഹലോ ഗൈസ്, അപ്പം ഇന്നത്തെ പുതിയ ചലഞ്ച് വന്നിട്ട് ഗെസ് ദ ഡ്രോയിങ് ചലഞ്ചാണ്. അതായത് നമ്മൾ ഫോണിൽ ഇവിടെ ഒരു ഫോട്ടോ വെക്കും. അത് ഇപ്പം ഇക്കുവാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഇക്ക് പറഞ്ഞുതരും. അതേപോലെ നമ്മളിവിടെ ഞാൻ ഇങ്ങനെ വരക്കണം. ഞാൻ വെക്കുമ്പോൾ ഇക്ക് വരക്കും. അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുക്കും, അതേപോലെ ഇക്ക് വരക്കും. നമ്മൾ രണ്ടുപേരും വരക്കണം കേട്ടോ. അപ്പൊ എന്തായാലും വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും നിങ്ങൾക്ക്. ഇപ്പൊ ഞാൻ വരച്ചിരിക്കുന്നത് ഇതാണ്. എന്തെന്നാണോ വെച്ചേക്കണം, മനസ്സിലായ രീതി പറഞ്ഞു തന്നെ കേട്ടാ. ഞാൻ പറയാം. സ്റ്റാർട്ട് ചെയ്യാം. വലിയ പടമാണോ അതാ നേരെ വെക്കണം, ഇങ്ങനെ വട്ടനെ വെക്കണം? നേരെ വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യണേ. ഒരു സെമി സർക്കിള് വരട്ടെ. സെമി സർക്കിളോ? അതെ, സെമി സർക്കിള്. എക്കോ സർക്കിള്. സർക്കിളിൽ നിന്ന് ഇങ്ങനെ വട്ടനെ മുറിക്കാനാണ് അതാ നീളനെ മുറിക്കാനാണ്? നീളനെ മുറിക്കുക. അതിന്റെ ഒരു പോർഷൻ വരെ. ഒരു പോർഷൻ എങ്ങോട്ട് എന്നില്ല, ഏതെങ്കിലും ഒരു സൈഡിലേക്ക് നീ ആദ്യം വരക്ക്. വരച്ചോ? അതേ സെമി സർക്കിള് തിരിച്ച് സെന്ററിൽ നിന്ന് കട്ട് ചെയ്ത് വരക്ക്. ഇതിന്റെ തന്നെ പെയർ വരക്ക്. തിരിച്ചു വരക്കണം. വരച്ചോ? ഇതിന്റെ രണ്ടിന്റെ ഒരു 70% എടുത്തിട്ട് സെന്റർ 70% സെന്ററിൽ നിന്ന് കുറച്ചും കൂടെ മുകളിൽ നിന്ന് എടുക്കുക. അവിടുന്ന് ഒരു തിരിച്ചും മറിച്ചും ഇങ്ങനെ വരച്ച് മുകളിലേക്ക് ഒരു റൗണ്ട് പോലെ എടുക്കുക. 70% സെന്ററിൽ നിന്നല്ലാണ്ട് കയറ്റിയിട്ട് അവിടുന്ന് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പോലെ വരച്ചെടുക്കുക. റൗണ്ട് പോലെ എടുത്താൽ മതി. എടുത്ത് ഇപ്പൊ വരച്ചതിന്റെ കുറച്ചും കൂടെ താന്ന് ഒരു സെന്റർ ഭാഗത്തുനിന്ന് ചെറിയ 2 വര നേരെ വരക്ക്. ആ വരേന്ന് മുട്ടിയിട്ട് ചെറിയൊരു റൗണ്ട് പോലെ ഇങ്ങനെ തിരിച്ചു മരിച്ചിങ്ങനെ തിരി പോലെ വരക്ക്. വരച്ചാ? എങ്ങോട്ട് വരക്കാൻ? താഴത്തോട്ടല്ല, ആ 2 വരയും മുട്ടിച്ചിങ്ങനെ ഒരു വര പോലെ വരക്കണം. വരച്ചാ? 2 വരനെ മുട്ടിച്ച് വര വരക്കാനാ? ഇടയില് വരക്കാനാ? ഇടയില്ല. ഇപ്പൊ 2 വര ഇങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ 2 വരക്ക് മുട്ടിയിട്ട് ഒരു പോലെ ഇങ്ങനെ വരക്ക്. വരച്ചാ? എന്നിട്ട് ആദ്യം വരച്ച വലിയ റൗണ്ട് പോലത്തെ ഇല്ലേ, അതില് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കുറച്ച് വര ഇങ്ങനെ കൊടുക്ക്. ആദ്യം വരച്ച വലിയ ഇല്ലേ റൗണ്ട് പോലെ വരച്ചില്ലേ? സെമി സർക്കിൾ പകുതിയാക്കിയത് അല്ല, അത് കഴിഞ്ഞിട്ട് ഞാൻ വരക്കാൻ പറയല്ലോ. അത് വരച്ചാ? അതേപോലെ ആ ചെറുതില് അതേപോലെ ഒരെണ്ണം കൊടുത്ത, ആ ചെറുതിൽ ഇതേപോലെ 2-3 വര പോലെ. ഇപ്പൊ 2 വര വരച്ചിട്ട് വട്ടം വരക്കാൻ പറഞ്ഞു. അതില് വര ചുറ്റും കൊടുക്കണോ? അല്ല, അവിടെ മാത്രം കൊടുത്താ മതി. കൊടുത്താ? എവിടെ കാണിച്ചേ? കഴിഞ്ഞു. എന്തുവാ ഇതാണ്? ഇതെന്താണ്? ഇതാ ഇവള് വരച്ചിരിക്കണ ഇതാണ്. ഇത് നോക്കിയാ, ഞാൻ പറഞ്ഞത് ഇത്. ഇവള് വരച്ചിരിക്കണ ഇത്. സെയിമാണ് പറഞ്ഞ വരച്ചിരിക്കണത്. ഓക്കെ, അങ്ങനെ പറഞ്ഞത് കറക്റ്റ് ആയിട്ടോ ഞാൻ വരച്ചത്. നോക്ക്, ആ സെന്ററിൽ തരാണ്ട് ശ്രദ്ധിക്കല്ലോ. ഓക്കെ, അപ്പം ഇനി അടുത്ത അവള് വരക്കട്ടെ. ഓക്കെ, അപ്പൊ ഞാൻ വരച്ചിട്ടുണ്ട് കേട്ടാ. ഇതെന്താന്ന് മനസ്സിലാവുന്ന അറിയാമല്ലോ, എന്നാലും വരച്ചിട്ടുണ്ട്. ഫോണിലായോണ്ട് വരക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ എന്താണ് സാധനം ഒന്ന് അടിയിൽ പേരും കൂടെ എഴുതി വെച്ചിട്ട് ഇതാണ് കേട്ടോ. പറ. ആദ്യം ഒരു വട്ടം. വലിയ വട്ടോ ചെറിയ വട്ടോ? ഒരു മീഡിയം സൈസ് വട്ടം. വരച്ചാ
ആ വട്ടത്തിന്റെ മേളിൽ നിന്നല്ല കുറച്ച് മേളിൽ, അതായത് സൈഡ് ഭാഗത്ത് നിന്ന് കുറച്ച് മേലോട്ടായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ സൈഡിലോട്ട് നീട്ടിയിട്ട് ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പിൽ വരച്ചു. ഓ, നേരെയാണോ അതോ ഓവൽ ഷേപ്പിൽ നമ്മള് ഇങ്ങനെ നേരെ പോയിട്ട് ഇങ്ങനെ വളഞ്ഞു വാ. നേരെ സെന്ററിൽ നിന്നാണ് മുകളിൽ നിന്നല്ല, കുറച്ച് മേളിൽ നിന്ന് നേരെ പോയിട്ട് വളഞ്ഞാ നല്ലപോലെ വളയണം. കുറച്ചിങ്ങനെ വളഞ്ഞു വാ. ആ, വളച്ചു വന്നോ? ആ, വളച്ചു വന്നു. ആ വളച്ചു വന്ന പോയിന്റ് ഇല്ലേ, അതിന്റെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു താഴത്തോട്ട് ഇങ്ങനെ ഒരു വര. വളച്ചു വന്ന ആ പോയിന്റിന്റെ അറ്റത്തുനിന്നോ താഴത്തോട്ട് വര. ആ, എന്നിട്ട് അവിടെ ഇങ്ങനെ മേപ്പോട്ട് ചന്ദ്രക്കല 3 അടുപ്പിച്ച് വെക്കും പോലെ വെക്ക്. 3 പിന്നെ അവിടെ നിന്നൊരു വര താഴത്തോട്ടാ, അല്ല സൈഡിലോട്ട്. മുകളിലേക്കാണോ സൈഡിലേക്കാണോ? സൈഡിലോട്ട്. എവിടെ നീ ചന്ദ്രക്കലന്റെ അറ്റത്തുനിന്നോ? ആ, സൈഡിലോട്ടൊരു വര. ചന്ദ്രക്കല വരച്ചതിന് ശേഷം അതിന്റെ അപ്പുറത്തുനിന്ന് സൈഡിലോട്ടൊരു വര. അപ്പുറത്തുനിന്ന് സൈഡിലേക്ക് ഒരു വര. ആ, പിന്നെ അവിടുന്ന് ഇതേപോലെ താഴത്തോട്ട് വന്നിട്ട് ഇതേപോലെ പിന്നെയും 3 ചന്ദ്രക്കല. ഇതെന്റത് അതേപോലെ ആ വഴിയില വരച്ചത്. 3 ചന്ദ്രക്കല. ആ, അതിന്റെ എൻഡിന്ന് നേരെ ആ വട്ടത്തിലോട്ട് കൊടുക്ക. കൊടുക്ക. ഇനി നമ്മൾ ഈ വളച്ച് വന്നില്ലേ, വളച്ച് വന്നതിന്റെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു പിന്നെ ഒരു ഓവല്, ചെറിയൊരു ഓവല് ഉള്ളിലേക്കാണോ പുറത്തോട്ടോ? പുറത്തോട്ട്. പട്ടിയാണോ? ഇനി ഇതിന്റെ ഉള്ളില് 3 വര. ഓവലിന്റെ ഉള്ളിലാ? വലിയ ഓവലിന്റെ ഉള്ളില് 3 വര. വലിയ ഓവലിന്റെ ഉള്ളില് ആദ്യം വരച്ച വലിയ ഓവലിന്റെ ഉള്ളില് 3 വര. നേരെ നേരെ വരക്കണോ? സ്ട്രൈറ്റ്. ആ, 3 വര വരച്ച. നീ ചെറിയ വട്ടത്തിന്റെ അവിടെ 3 വര. 3 വരയുടെ കളിയാണ് മൊത്തത്തിൽ. 3 വര. ഇപ്പുറത്ത് 3 വര. ഇപ്പുറത്ത് ഇപ്പുറത്ത് വേറെ ഇപ്പുറത്ത് ആ വട്ടത്തിന്റെ ഇപ്പുറത്ത് 3 വര, അപ്പുറത്ത് 3 വര. രണ്ടിടത്തും 3 വര. എന്റെ 2 ചെറിയ വട്ടം. ചെറിയ വട്ടം. പിന്നെ ഒരു വര, പിന്നെ ഒരു വര, പിന്നെ ഒരു വര. ഇതെന്ത് സാധനം? മേളിലൊരു ചെറിയ ഓവല് 2. എവിടെ വരക്കണം? അതിന്റെ മേളില് ചെറിയ ഓവല്. ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടി എനിക്ക്. ഇതെന്താ പൂച്ച? എന്താ സാധനം? കഴിഞ്ഞ ഞാൻ വരച്ച ഇങ്ങനെയാണ് കേട്ടാ. ഞാൻ വരച്ചത് ഇങ്ങനെയാണ്. ഞാൻ കാണിച്ച പിക്ചറും ഇങ്ങനെ എന്താ പൂച്ചയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഞാൻ വരച്ചതും കാണിച്ചതും പൂച്ച ആയില്ല. ഇക്ക് വരച്ചത് നീ പറഞ്ഞ പോലെ വരച്ചത്. ഇവിടെ പറഞ്ഞത് ഇങ്ങനെയാണ്, അപ്പൊ അതേപോലെയാണ് ഞാൻ വരച്ചേക്കണത്. ഇത് തമ്മിൽ എന്ത് വ്യത്യാസമുണ്ട്? എന്റെ പൂച്ച ഞാൻ വരച്ച പൂച്ച നീണ്ട പോയ പോലെ തടിച്ച പൂച്ചയായി, അതുകൊണ്ട് കുഴപ്പമില്ല. ഇങ്ങനെയാണോ പൂച്ചനെ വരക്കണത് എനിക്ക് അറിഞ്ഞൂടാ. പെട്ടെന്നൊരു പിക്ചർ വരച്ചതാണ്. അപ്പൊ ഇന്നത്തെ ചലഞ്ച് ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമ്മുടെ ചലഞ്ച് കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.